അതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ എന്നെ പറയുന്നത്, എന്റെ പപ്പായെ പറയുന്നത്, അമ്മയെ പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്തോന്നേ. ഇതൊരു സ്ത്രീയാണോ ഇത്? ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ പറയുമോ? നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സൗകര്യമില്ല, ഞങ്ങൾ ഇഷ്ടത്ത് പോകും, സൗകര്യമില്ല. കോട്ടയംകാർക്ക് ഏറെ പ്രിയപ്പെട്ടവൻ, ഷോർട്ട് ഫിലിം, മലയാളം ഷോർട്ട് ഫിലിം ഇൻഡസ്ട്രിയിലെ താരറാണിയായി മാറിക്കൊണ്ടിരിക്കുന്ന രേഷ്മ പി തങ്കച്ചന്റെ പ്രിയപ്പെട്ട പപ്പ തങ്കച്ചൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുക വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ്. ഒരു ഓൺലൈൻ മീഡിയയിലും ഇന്റർവ്യൂ കൊടുത്ത് പണി മേടിക്കാൻ തങ്കച്ചൻ ചേട്ടൻ ഇനി ഇല്ല. മനസ്സിലായില്ലേ? ഓൺലൈൻ മീഡിയക്കാർ ചോദ്യങ്ങൾ ചോദിക്കും, ഒരു ഇന്റർവ്യൂവിന് കയറിയിരുന്നു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കും, അത് അവർക്ക് തന്നെ വിനയായിട്ട് മാറുന്നു എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം നേരെ അവരുടെ ചാനൽ വഴി തന്നെ, രേണു സുദ്ധി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്തൂടെ വീടിന്റെ പ്രശ്നങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മ പി തങ്കച്ചനും രംഗത്തെത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. കുറച്ച് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്, കുറേ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനുണ്ട്. ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു ലേഡിയുമായിട്ടുള്ള വിഷയമല്ല, ഈ ഒരു വീടിനുണ്ടായ ആ ഒരു പ്രശ്നം ഇവർ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആദ്യം വീഡിയോയിൽ തന്നെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. 2 വർഷം അല്ലെങ്കിൽ 1 വർഷം എന്തേ ആയിട്ടുള്ളൂ ഇവർ ആ വീട്ടിൽ താമസിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഇത്ര പെട്ടെന്ന് അവർ ചെറുതായിട്ടാണെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് കിച്ചു പോകുന്ന ആ ദിവസം, കിച്ചുവിൻ്റെ ആ ഒരു ബ്ലോഗിൽ കിച്ചു അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ വീടിൻ്റെ അകത്ത് വൃത്തികേടുണ്ട്, വീടിൻ്റെ അകം ക്ലീൻ അല്ല. ഓക്കെ, ആ വീടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ആ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ഈ വീടിനെ പറ്റി പറയുമ്പോഴും ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, അതായത് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയോടായിരുന്നു എൻ്റെ ആ ഒരു ചോദ്യം. എല്ലാം ഓക്കെ, അയാൾ പറയുന്നതിന് കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഞാൻ എൻ്റെ ആദ്യം വീട് തൊട്ട് ചോദിക്കുന്ന ഒരു സംശയം, 1 വർഷത്തിനുള്ളിൽ ഒരു വീട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമോ? ഈ പെയിന്റ് പോകുന്നു, അതുപോട്ടെ ഈ തൂവാനം അടിച്ചു കയറുന്നതിലാണ് ഞാൻ മെയിൻ എന്ന് പറഞ്ഞിരുന്നത്. കാരണം തൂവാനം അടിച്ചു കയറുന്നു, ഒരു വീടെന്ന് പറയുമ്പോൾ മഴയും വെയിലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണ്ട, തെറ്റിപ്പോയി ക്ഷമിക്കുക, പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ. അപ്പൊ അതിൽ തൂവാനം അടിച്ചു കയറുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ എന്തോ എനിക്കത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 വർഷത്തിനുള്ള അങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് അത് ആ പണിയുടെ പ്രശ്നം തന്നെ അല്ലേ എന്നുള്ളൊരു കാര്യം ഞാൻ അന്നും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ചോദിക്കുന്നു. എന്നാൽ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നമ്മുടെ താരറാണിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഫാദറും ട്രൈ ചെയ്യുമ്പം ഇവര് തന്നെ, എനിക്ക് തോന്നുന്നു ആൾക്കാർ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് പൊട്ടും പൊടിയും കയ്യിൽ നിന്നിടും. ലാസ്റ്റ് അതാണ് ഇവർക്ക് വിനയായിട്ട് മാറുന്നത്. ഇനി എന്തൊക്കെയാണ് ആ പൊട്ടും പൊടിയെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ അങ്ങനെ തരിക. താഴെ വീഡിയോ ഹൈപ്പ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കമന്റിന്റെ അവിടെ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചേട്ടൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, കൂട്ടത്തിൽ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ തുടങ്ങി തരും, അത് കഴിഞ്ഞിട്ട് പോവും കേട്ടോ. ബിസിയാ, ഭയങ്കര ബിസി ഷെഡ്യൂളുള്ള ആളാണ്. എന്തായാലും നമുക്ക് കണ്ടു തുടങ്ങാം. ഞാൻ രേണു സുധിയാണ്. ഞാനിവിടെ നിൽക്കുന്നത് സുധീലയത്തിൻ്റെ മുന്നിലാണ് നമ്മുടെ. അപ്പം സുധീലയത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. അപ്പം ഈ നിങ്ങൾ വീടിൻ്റെ അകത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു, വൃത്തിയില്ല അതില്ല. അപ്പം പുറത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കള്ളമാണ്, ഞാൻ പറഞ്ഞ കള്ളമാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലും ഞാൻ പറയുന്നില്ല പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പുറത്തുള്ള പ്രശ്നങ്ങൾ വേറൊരു ചാനലിൽ വഴി നമ്മൾ കണ്ടതുമാണത് ഇതിനകത്ത് പേര് വൃത്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. മിസ് രേഷ്മ പി തങ്കച്ച, അകത്ത് വൃത്തിയില്ലാതെ താങ്കൾക്കും അറിയാല്ലേ? അപ്പോ അറിയാല്ലേ? ഇച്ചിരി ചെറുതായിട്ട് അവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതല്ലേ. പിന്നെ പെങ്ങളുടെ കാര്യം, പെങ്ങളും ഈ വീഡിയോയിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വീടിന്റെ അടുത്തെങ്ങാണ്ടാ പെങ്ങൾ താമസിക്കുന്നത്. പെങ്ങളെ ഓക്കെ, നിങ്ങൾ ആ വീടിന്റെ തൊട്ടടുത്തായിരിക്കും താമസിക്കുന്നത്, നേരെ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ കാണാന്നാ പറയുന്നത്. നിങ്ങളുടെ മക്കളെ നിങ്ങളോട് ആക്കാറുണ്ട്, നിങ്ങളുടെ ഭർത്താവ് വന്നിരിക്കാറുണ്ട്, വളരെ നല്ല കാര്യം, ഞാൻ മോശം പറയുന്നില്ല. ഒരു കൂട്ടായിക്കോട്ടെ, എല്ലാവരും ഒന്നിച്ചൊരു രസമായിരിക്കും. പക്ഷെ ഇത്രയും പേരൊക്കെ ഉള്ളപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വീടിന്റെ അകമൊന്ന് ക്ലീൻ ചെയ്തുകൂടെ? ഇടയ്ക്കൊക്കെ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പോട്ടെ, അതെല്ലാം പോട്ടെ. ഈ വീഡിയോയിലെ ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അധികം ആൾക്കാർ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും തങ്കച്ചൻ പറയുന്നതിനകത്ത് എവിടെയൊക്കെയോ ഇച്ചിരി ശരി ഉണ്ടടേ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല, ശരിയുണ്ട്. പക്ഷെ അവരത് പ്രസന്റ് ചെയ്യുന്ന രീതി സമൂഹത്തിന് മുമ്പിൽ, അതാണ് പ്രശ്നമായിട്ട് മാറുന്നത്. ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂവിൽ കയറിയിരുന്ന് പറയുന്ന പല കാര്യങ്ങളുമാണ് ഇവർക്ക് തന്നെ പ്രശ്നമായിട്ട് വരുന്നത്. തങ്കച്ചൻ സമ്മതിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ചോദിച്ചൊരു കാര്യം ഉണ്ടല്ലോ, അതായത് ഓൺലൈൻ മീഡിയക്കാരോട് നിങ്ങൾ പറഞ്ഞു ചോദിപ്പിച്ചതാണല്ലോ ഒന്ന് വീടിന്റെ കേസ്
പറഞ്ഞു ചോദിപ്പിച്ചതാണ്. തങ്കൻ സമ്മതിക്കുന്നുണ്ടത്. ഞാൻ അതൊക്കെ നിങ്ങളെ കേൾപ്പിക്കാവേ. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പപ്പായ്ക്കാണ് അറിയുന്നത്. പപ്പ അത് കാണിച്ചു തരും. ഞാൻ അങ്ങോട്ടൊന്നും പോലെ എനിക്ക് ഷൂട്ടിന് പോകാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ പപ്പ ബാക്കി കാണിച്ചു തരും. കാണാം. ഷൂട്ടിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ബാക്കി പറഞ്ഞുതരാൻ നിൽക്കാത്തത് എന്ന് തുടക്കത്തിൽ പറയുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വിനയായിട്ട് മാറുന്നത്. നിങ്ങൾ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ആൾക്കാർ ശ്രദ്ധിക്കും. അത് മനസ്സിലാക്കണം. അതിനകത്ത് എവിടെയെങ്കിലും ഇപ്പൊ ഷൂട്ടിന് പോകാൻ നിൽക്കുകയാണ്, തിരക്കാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ലേഡി ഈ വീഡിയോ കഴിയുന്നോളം വരെ അവിടെ കറങ്ങി നിൽപ്പുണ്ട്. എന്തിന്? ഷൂട്ട് പെട്ടെന്ന് ക്യാൻസലായ? ഷൂട്ട് ക്യാൻസലായെങ്കിൽ വന്ന് സംസാരിക്കേ. നിങ്ങളാണ് സംസാരിക്കേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ലേ, പപ്പയാണ് എല്ലാം. വാട്ട് ഈസ് ദാറ്റ്? നിങ്ങളുടെ വീട്ടിലുള്ള കുഴപ്പങ്ങൾ, നിങ്ങളുടെ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുഴപ്പം നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരിക്കാം, നിങ്ങൾ ബിസി ഷെഡ്യൂളിലായിരിക്കാം, എന്നാലും നിങ്ങളുടെ സ്വന്തം വീട്ടിലെ പ്രശ്നം നിങ്ങൾക്ക് പറയാൻ അറിയില്ല. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാതാ. ബാക്കി നമുക്ക് കേൾക്കാം. ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ലതും മാന്തി പറിച്ചതാണ്. പിള്ളേർ മാന്തി പറിക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് തേപ്പ്. കണ്ടോ, ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ടോ, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക, ഇങ്ങനെ പോകും. ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഇത് പറഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു പുള്ളി ഇത് വന്ന് കണ്ടിട്ട്, ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട് ഇതൊന്ന് കണ്ട ഇതൊന്ന് ശരിക്കും എടുത്ത് ഇത് കണ്ട ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കുക. ഞാൻ എന്റെ പൊന്ന് ചേട്ടാ ബാക്കിയും കൂടെ ഇടിച്ചു പൊളിച്ച് പറിച്ചെടുക്കാതെ എന്ത് കാര്യത്തിനാ? അത് കണ്ടു, മനസ്സിലായി. ഞാനിത് ഫസ്റ്റ് നമ്മുടെ കിച്ചുവിന്റെ ആ ഒരു വ്ളോഗിൽ തന്നെ കിച്ചു കയറി ചെല്ലുമ്പോൾ ഈ സാധനം ചെറുതായിട്ട് കാണാം. അതിന് ശേഷമുള്ള ഇന്റർവ്യൂവിലും ഒക്കെ ഇവരത് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മതിലിന് വിണ്ട് കീറലുണ്ട്. വളരെ റീസെന്റ് ആയിട്ട് പണി കഴിഞ്ഞൊരു വീടല്ലേ, 1-2 വർഷം, എനിക്ക് തോന്നുന്നു 1 വർഷമേ ആയിട്ടുള്ളൂ, 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഒരു വീടിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതിന് ഫിറോസ് മറുപടി കൊടുക്കണം. ഇതൊക്കെ ഇവരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് അവരുണ്ടാക്കിയാണെന്ന് ആ ഭിത്തിയിലെ വിള്ളലൊക്കെ അതൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അതൊക്കെ സംഭവിച്ച മെയിൻ്റനൻസ് അത് ഇവർക്ക് ചെയ്യാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വീടുണ്ടാക്കി കൊടുത്തല്ലോ, പക്ഷേ മെയിൻ്റനൻസ് ഇവർ ചെയ്തോട്ടെ. വീടിനകത്ത് ക്ലീൻ ചെയ്യുന്നതാക്കി ഇവരാ ചെയ്യുന്നത്. മറ്റേ ക്ലോക്കിൽ നിന്ന് ബാറ്ററി വീഴുമ്പോഴത്തേക്ക് അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല, പോയി സഹായിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷേ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഫിറോസ് മറുപടി കൊടുക്കണം. അത് വേറൊന്നുമല്ല, ഇത്രയും റീസെന്റ് ആയിട്ട് പണി കഴിഞ്ഞൊരു വീടിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു? അതൊരു ചോദ്യമല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറ, അതൊരു ചോദ്യം തന്നെ അല്ലേ? ദാനമായിട്ട് അവർക്ക് കൊടുത്തതാണ്. ഇനിയിപ്പോൾ കുറെ പേര് വരും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, പറയുന്നതൊന്നും മനസ്സിലാക്കണേ. ഇപ്പൊ നിങ്ങളുടെ ഒരു വീടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയും. ഒരാൾ നിങ്ങൾക്കൊരു വീട് ചെയ്തു തന്നു, ഒരു 1.5 വർഷം, അതിനുള്ളിൽ ആ വീടിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കൺസ്ട്രക്ഷനകത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തന്നെ അല്ലേ? ഇനി അത് ഒരുപാടങ്ങ് കയറി കത്തി നാറാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഫിറോസ് ഇപ്പൊ ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള പരിപാടി? ഞാൻ പോലും സപ്പോർട്ട് ചെയ്തതാണ് ഈ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും അല്ല. സോഷ്യൽ മീഡിയ ഇവരെ പേഴ്സണലായിട്ട് ചിലപ്പോൾ ഇത് ഇത്രയും പ്രശ്നമാകത്തില്ലായിരിക്കും. ഫിറോസിനെ നേരിട്ട് വിളിച്ച് കൊണ്ടുവന്ന് ഇത് കാണിച്ചായിരുന്നെങ്കിൽ ഫിറോസും ചിലപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നിരുന്ന് പറയത്തില്ലായിരിക്കും. ഇത് ഫിറോസിന് പൊളിയാനുള്ള ഒരു കാര്യം ചിലപ്പോൾ ഇതാ, സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ട് പറഞ്ഞു, നാണം കെട്ടു പുള്ളിയുടെ എന്തൊക്കെയോ 1-2 വർക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ചൊറിച്ചിൽ എന്താണെങ്കിലും, ഒരു ദേഷ്യം എന്താണെങ്കിലും ആർക്കാണെങ്കിലും കാണും. ചിലപ്പോൾ അതായിരിക്കാം. കാരണം ഇവർ ഈ കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഒരൊറ്റ മിനിറ്റ് ആലോചിച്ചാൽ മതി. ഒരൊറ്റ കാര്യം, ഇത്ര പെട്ടെന്നൊരു വീടിന് ഇങ്ങനെയൊക്കെ പറ്റുമോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ഞാൻ ചോദിക്കുക. ഈ ചോർച്ചയും കീർച്ച അവിടെയൊക്കെയാണ് ഇവരുടെ കയ്യിൽ നിന്ന് കള്ളത്തരങ്ങൾ വീഴുന്നത്, നമുക്ക് ഇവരോട് വെറുപ്പാവുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കാണെങ്കിൽ പോലും ആദ്യമേ പറയുന്നു വീടിന് എന്താ റിതപ്പന്റെ റൂമിൽ ചോർച്ചയുണ്ട്, പിന്നെ അതല്ലാതെ മാറ്റി പറയുന്നു. ഇങ്ങനെ ഒരു ചാടിക്കളിക്കലുണ്ട് ഇവരുടെ. പിടികിട്ടിയോ? ഇവർ ഈ തെറ്റ് കാണിക്കുകയും വേണം, എന്നാൽ അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ മറ്റേ ഇത്തിരി സോപ്പൊടിയൊക്കെ വാരിയിടും. ആ സോപ്പൊടിയാണ് ഇവർക്ക് പരിപാടി തിരിച്ച് പണിയായിട്ട് മാറുന്നത്. സത്യമല്ലേ? നമുക്ക് എന്തായാലും ബാക്കി കേൾക്കാം. അതുകൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല. ഒന്ന് അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ബാക്കി വശം കംപ്ലീറ്റ് തേപ്പും പോകുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിൻ്റെ കാര്യം പിന്നെ പറയാം. അതുപോലെ ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല, അവരുടെ നമ്പരും ഇല്ല ഒന്നും അറിയില്ല. ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. എല്ലാം സ്പോൺസറിങ് എന്നാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ KHDC ചെയർമാൻ, ഈ വീട് പണിയുന്ന അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ മതിൽ നിങ്ങൾ
ഈ മതിൽ കെട്ടി താഴെ നിന്ന് കോളോ ബസ് കെട്ടി ഇത്ര അവിടെ ഋതപ്പ എന്നൊരു വിളിക്കുന്ന കേട്ടോ നിങ്ങൾ. ഷൂട്ടിന് പോയ ചേച്ചിയാണോ അത്? അതിന് മുമ്പ് ഇവിടെ സംസാരിക്കുന്ന കേൾക്കാം നമുക്ക്. ഷൂട്ടിന് പോയ ആളാ, ഭയങ്കര ബിസിയാണ്, ഷൂട്ടിന് പോവുക. സൗണ്ട് മാത്രമൊന്നുമല്ല, ഈ വീഡിയോയുടെ ഇടയ്ക്ക് ക്യാമറ പാനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചേച്ചിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചേച്ചിക്ക് സംസാരിക്കാൻ അറിയില്ല, മനസ്സിലായില്ലേ? സംസാരിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവർ ഈ പോവാന്ന് പറഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് ഓപ്പൺ ക്ലിയർ ആൻഡ് കട്ടായിട്ട് ഇവർ കയറി വന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സംസാരം തന്നെ നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ അതാണ് ആളുകൾക്ക് വെറുപ്പാവുന്നത് ഇവരെ. പ്രിയപ്പെട്ട എന്താണ് തങ്കച്ച, രേഷ്മ പി തങ്കച്ച, മനസ്സിലാക്ക്, നിങ്ങളുടെ സംസാരമാണ് നിങ്ങൾക്ക് പണിയായിട്ട് മാറുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്, ഭിത്തിയുടെ വിടവ്, ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് പണി കഴിയിച്ചൊരു വീടിന് ഇങ്ങനെയൊക്കെ പണി വരുമോ? എനിക്കറിയത്തില്ല, എൻ്റെ സംശയമാണ്. എനിക്കതൊരു ഞാൻ ആദ്യം തൊട്ട് ചോദിക്കുന്നൊരു സംശയമാണ് അത്. എന്തൊക്കെ ഇവരെ വിമർശിക്കും നമ്മൾ, പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ അവരെ കല്ലുവലിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതിനകത്ത് അതിപ്പോൾ ആരും ആയിക്കോട്ടെ, എത്ര ക്രൂരത ചെയ്യുന്ന ഒരുത്തനാണെങ്കിലും പറയുന്നതിനകത്ത് എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് പോയിന്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, ബാക്കി കൂടെ നമുക്ക് കാണാം. പൊക്കത്ത് ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ? ഈ 6 അടി 7 അടി പൊക്കത്തിലുള്ള മതിൽ ഉച്ചയുടെ കാര്യം അത് രേണു പറഞ്ഞ ഭാഗം ഞാൻ കാണിക്കാം. ഇത് ഈ മേളത്തെ ഇങ്ങനെ ഈ 2 കൂര പോലെ പണിതിരിക്കുന്ന ഷോയും എല്ലാം നല്ലോണം വായു എല്ലാം കയറും. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള എറിച്ചിലാകത്തോടെ അടിക്കത്തില്ല. അതൊന്ന് അതിനി പോട്ടെ, ഒരു ഗ്ലാസ് ഇട്ടല്ല ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചോളാം, അത് അവരുടെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. അപ്പോൾ അവിടെ നിന്ന് ഓടിട്ട് ഇവർ നേരെ കിടക്കണതാണ്. ഓടിട്ട് അവിടം വരെ വന്നപ്പോഴത്തേക്കും വീതി കുറഞ്ഞു വരുന്നപ്പോൾ വെട്ടി ഓടിട്ട് അപ്പോൾ ഇടയ്ക്ക് പൊങ്ങി താന്ന് നിൽക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇടവഴിയെ ഓടിൻ്റെ ഇടവഴി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഓടിൻ്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വീഴുന്നുണ്ട്. ഓടിൻ്റെ ഇടവഴി കൂടെയോ? ഓടിൻ്റെ ഇടയിൽ കൂടെയോ? നിങ്ങൾ ആ ഓട് കണ്ടോ? അത് പ്ലാസ്റ്റിക് ഓടല്ലേ? മറ്റേ ആ പ്ലാസ്റ്റിക് എന്നല്ല, അതിനെന്താ പറയുന്നത്? അത് ശരിക്കുള്ള മറ്റേ നമ്മുടെ കല്ല് വെച്ചിട്ടുള്ള മറ്റേ മണ്ണ് വെച്ചിട്ടുള്ള ഓടല്ലല്ലോ, അതല്ലല്ലോ ഓടല്ല അത്. ഓടിൻ്റെ മറ്റേ നമ്മളിപ്പോൾ മിക്ക വീടുകളിലൊക്കെ ഇടുന്ന ഒരു സാധനമല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ? അതിന് ഇടമുണ്ടോ? അതിൻ്റെ ഇടയിൽ കൂടെ അകത്ത് വെള്ളം വീഴുവോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇദ്ദേഹം പറയുന്നതെന്ന്. അത് പ്രോപ്പറായിട്ട് മനസ്സിലാവരുമെന്ന് പറയണം കേട്ടോ. അത് പ്രോപ്പർ മറ്റേ ഓടല്ലല്ലോ, ശരിക്കുള്ള ഓട്. അതിൻ്റെ ഇടയിൽ കൂടെ പോലും അങ്ങനെ കയറത്തില്ല, കുറച്ച് പാടാണ് വെള്ളമൊക്കെ കയറാനായിട്ട്. പക്ഷെ ഇത് മറ്റേ ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ മറ്റേ വേറൊരു സാധനമാണല്ലോ, ഒരു ഐറ്റം ആണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് കയറുന്നത്? എനിക്ക് മനസ്സിലായില്ല. നമുക്ക് ബാക്കി കൂടെ കാണാം. ഇതാ ഞങ്ങൾ ഈ നനയെന്ന് പറഞ്ഞാൽ അല്ലാതെ വാർക്ക നനയുന്നതിൻ്റെ കാര്യമല്ല. പിന്നെ വാർക്ക ഒരിടത്ത് ലീക്കുണ്ട്, അത് കാണിക്കാം. കേൾക്കാം രേണു പറയുന്നത്, സോറി രേഷ്മ പി തങ്കച്ചൻ പറയുന്നത് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് പിന്നെ ഒരു സ്ഥലം കാണിക്കാൻ പോകുന്നുണ്ട്. ആ ഫ്രണ്ട് ഭാഗത്താണ്, മേളിൽ നിന്നോ സൈഡിൽ നിന്ന് ചോരുന്ന ഇവർ കാണിക്കുന്നത്. ഫ്രണ്ട് കയറുന്ന ഭാഗത്ത് തന്നെ ഈ ആദ്യം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഋതപ്പൻ്റെ റൂം ചോരുന്നുണ്ടെന്ന്. അതെങ്ങും കാണിച്ച് കണ്ടില്ലേ? അപ്പൊ അതൊക്കെ കയ്യിൽ നിട്ടതല്ലേ? ഈ ഇടുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പണിയായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കാത്തത്. അതൊന്നും മനസ്സിലാക്കണം രേഷ്മ പി തങ്കച്ചനും തങ്കച്ചൻ ചേട്ടനും. ഓക്കെ, കയ്യിൽ നിന്ന് ഇടുമ്പോഴത്തേക്ക് അത് പണിയായിട്ട് വരും. അതുകൊണ്ട് ജനങ്ങൾക്ക് നിങ്ങളെ വെറുപ്പാവുന്നു. ഇല്ലെങ്കിൽ ഇതിനൊക്കെ പിന്നെ നിങ്ങളെ ഒന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് തരും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇത്രയും വളരെ കുറച്ച് ടൈമല്ലേ ആയുള്ളൂ, ഒരുപാട് വർഷങ്ങളായിട്ടില്ല. അപ്പോൾ ആ വീടിന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അത് ഇവർ പ്രോപ്പറായിട്ടുള്ള രീതിയിലൂടെ പറയാതിരുന്നപ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് ഹേർട്ടായി, അവരുടെ ബിസിനസ്സിനെ അത് ബാധിച്ചു, അവർ കയറി അടിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുമായിക്കോട്ടെ. പക്ഷേ രേഷ്മ പി തങ്കച്ച, ഇപ്പം നിങ്ങളിവിടെ പറയാൻ പോകുന്നത്, ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിക്കാം. ഇവള് ഇതൊക്കെ പറയുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഇവളെ വെറുപ്പ്. ഇതൊന്ന് കേട്ടോണേ. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ളൊരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ എന്നെ പറയുന്നത്, എന്റെ പപ്പായെ പറയുന്നത്, അമ്മയെ പറയുന്നത്, നിങ്ങൾ ഏറ്റെടുത്തോന്നേ. മനസ്സിലായി? ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുത്തോ. കാരണം നിങ്ങൾ പറയുന്നത്, ഞാനൊരു കാര്യം ചോദിച്ചു, ആ കുഞ്ഞിനെ ഇവിടെ തന്നെ ഈ വീട്ടിൽ അങ്ങനെ നിർത്താൻ പറ്റും? ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അഭയാർത്ഥികൾ, എൻ്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. രേഷ്മ പി തങ്കച്ച, എല്ലാം ഓക്കെ, നിങ്ങളെ ആളുകൾ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്, കുടുംബക്കാരുമായിട്ട് എന്തിനാ അവിടെ കിടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാവരും ഒന്നും പറയാറില്ല കേട്ടോ. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കൂടെ, അതാണ് വേണ്ടത്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകൾ അവിടെ എന്തും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ വാക്ക്, നിന്റെ മകനെ എന്തിനാ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നേ? സ്വന്തം മകനെ ഒരു ഏതെങ്കിലും ഒരു അമ്മ പറയുമോ ഇങ്ങനെ?
ഒരു സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ, ഒരു ഓൺലൈൻ മീഡിയയുടെ അല്ലെങ്കിൽ സ്വന്തം ചാനലിലൂടെ വഴിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കുമോ? ഉത്തരവാദിത്തപ്പെട്ട ഏറ്റെടുത്തോ. ഞാൻ കൂടുതൽ ആ ഒരു പോയിന്റിൽ എനിക്ക് കൂടുതൽ ഇനി പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. എൻ്റെ മനസ്സിലുള്ള എന്താണ്, ഇതൊരു സ്ത്രീയാണോ ഇത്? ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ പറയുമോ? ബാക്കി നമുക്ക് കേൾക്കാം കുറച്ചും കൂടെ. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് വെച്ചോണേ. ഇത് വേറൊരു വീഡിയോയിൽ എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് കാണിക്കാനുള്ളതാണ്. ഇപ്പോൾ ചാറ്റലടിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വന്നിരിക്കും. ആരെങ്കിലും ഇവിടെ നിന്ന് ഈ ലിവിങ്ങില്ലാതെ ആ കൂര കാണുന്നിടത്ത് അതിൻ്റെ കീഴിൽ വന്നിരുന്നേ ഒരു ഗ്ലാസ് ഇടുന്നുള്ളൂ. അത് ഞങ്ങൾ പ്ലാസ്റ്റിക് ഇട്ട് വേണമെങ്കിൽ ഒട്ടിച്ചോളാം. ഞങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഗ്ലാസ് ഇട്ടോളാം, അതിന് വലിയ വിലയാണെങ്കിൽ. പക്ഷേ ആ ഓട് ഇട്ടിരിക്കുന്നത് നിങ്ങൾ രീതി ഒന്ന് നോക്കി. പൊങ്ങിന്താന്ന് എനിക്ക് അതിൻ്റെ മേളിൽ കയറിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഈ മഴയും കൂടെ എങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ ഒരു ഓട് പറന്ന് പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നതിന് ഇടിച്ച് അയാൾക്ക് ഓടിൻ്റെ പണി അറിയുന്നൊരു പയ്യനാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവൻ പറഞ്ഞ് എന്തോ ഒരു പശയോ എന്തെങ്കിലും മേടിച്ച് വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മഴ മാറട്ടെ, ഞാൻ വന്ന് എല്ലാം ഓടുന്നത്. അങ്ങനെ അവൻ അന്ന് പൊങ്ങിയും താന്നിരുന്നതോട് കുറച്ചൊക്കെ അവൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ വെട്ടി നനയാതെ. അല്ലാതെ ലിവിങ്ങിലെ പിന്നെ ടി വി ഞാനൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചേക്കുന്ന എനിക്ക് അവിടെ കിടക്കുന്ന ഷീറ്റ് കണ്ടിട്ടുണ്ടല്ലോ, അത് ഓട് പോലത്തെ മറ്റേ സാധനം, എനിക്ക് എൻ്റെ പേര് കറക്റ്റ് അറിയില്ല, ക്ഷമിക്കുക. ആ സാധനം പൊങ്ങിന്താന്നും കിടക്കുന്നതായിട്ട് ഇവർ ക്യാമറ വെച്ച് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നിന്ന് കണ്ടാലേ ചിലപ്പോൾ അത് മനസ്സിലാവത്തുള്ളായിരിക്കും. ഓക്കെ, എന്തു ആയിക്കോട്ടെ. പക്ഷേ തങ്കച്ചൻ ചേട്ടാ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആരെയോ വിളിച്ച് കാണിച്ചു, ഒരാൾ മറ്റേ എന്താണ് ഗമ്മെന്തോ മേടിച്ചു വെക്കുക, ഞാൻ പിന്നെ വന്ന് ഒട്ടിച്ചേരാന്നെങ്ങാണ്ട് പറഞ്ഞെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ. അത് താങ്കൾ പറയുന്നതാണ്. ഈ വീഡിയോയിൽ, നിങ്ങളുടെ ചാനലിൽ ഉള്ള വീഡിയോയിൽ നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ വേറൊരാളെ വിളിച്ച് കാണിച്ചു എന്ന്. ഇവിടെയൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെങ്കിൽ പോലും ആൾക്കാർ നിങ്ങളോട് യോജിക്കാത്തത്. കാരണം നിങ്ങൾ ഒരു പരിധി കൂടുതൽ കള്ളങ്ങൾ പറയുന്നുണ്ട്. ഇതിലേതാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങളിപ്പോൾ പറഞ്ഞു ആളെ വിളിച്ച് കാണിച്ചു, ഇനിയും ഇദ്ദേഹം വേറൊരാളോട് സംസാരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 2 പേരോട് സംസാരിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മാന്യമായിട്ടാണ് ആ ഒരു കാര്യം അത് കേട്ടപ്പോഴാണ്, അത് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയാതെ, അത് അവസാനമാകുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവാതെ പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്നതും ഒക്കെ ഈ വീടിന്റെ കൺസ്ട്രക്ഷനുമായി റിലേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഈ വീഡിയോയുടെ അവസാനം, ഈ ഒരു ഓഡിയോയുടെ അവസാനം ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാൻ. ഇയാൾ അവിടെ വേറെ ആരെയോ കൊണ്ട് പണിയിപ്പിച്ചെന്നുള്ള കാര്യം, അല്ലെങ്കിൽ നോക്കിയെന്നുള്ളൊരു കാര്യം, അത് ഈ വോയിസിന്റെ ലാസ്റ്റ് ഇയാൾ വേറൊരു വർത്താനം പറയുന്നുണ്ട്. കേട്ടോണോ ഇത്? വീട് ചോരുന്നെന്നോ എടുക്കുന്നെന്നോ ഒക്കെ പറയുന്ന പോലെ പുള്ളിക്കര 2 വർക്ക് സൈറ്റ് അത് പോയത്. എന്നോട് പറഞ്ഞു താജിബായി ഒന്ന് പറഞ്ഞായിരുന്നു. എന്നാ ബാക്കിയൂടെ ഞങ്ങൾ ഇട്ടോളാം, ഇട്ടിട്ട് ചെയ്തോളാം. ഈ പൈസ ഈ ലോകരാരാ ഈ പൈസ മുടക്കിയത്? ഈ നാട്ടുകാർ പൈസ മുടക്കിയതാണോ? അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് പറയണം പറഞ്ഞ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇടാം. ഇവൻ ചെയ്തത് ഞങ്ങൾ ചെയ്തു. ഇവൻ സാറിനോട് എന്ന് പറഞ്ഞ ഇവൻ ഞങ്ങൾ എന്തായാലും ചെയ്താൽ ഇപ്പം പറഞ്ഞു എന്നാ ചെയ്യുന്ന പറഞ്ഞ് ഇടിച്ചു പൊട്ടിച്ച് കളയെന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ റെക്കോർഡുണ്ട്. അല്ല, അത് ഫേസ്ബുക്കിന്റെ അത് കമന്റും പറയുന്നുണ്ട്. ഇടിച്ചു പൊട്ടിക്കോ അവൻ എന്നാന്ന് വെച്ചാൽ ചേട്ടാ ഞങ്ങൾ വെച്ചാൽ ഞങ്ങളും നോക്കിയാളാം. അവന് ഒരു കോപ്പ് ഉണ്ടാക്കി തരണ്ട. ഈ നാട്ടുകാരുടെ പൈസ പിരിച്ചതിന്റെ കണക്കൊന്നും അറിയണം. 20 ലക്ഷം രൂപയുടെ മേളിൽ വീടുണ്ടെന്ന് പറഞ്ഞു. ഈ ചോരുന്ന ആര് സമാനം പറയും? ഞങ്ങൾ ഇത്ര നാൾ ഒരു കംപ്ലൈന്റും പറഞ്ഞില്ല. അറിയാവോ? ദാനം കിട്ടിയതല്ലേ ഓർത്ത് മിണ്ടായിരിക്കായിരുന്നു. എന്നോടൊന്ന് പറഞ്ഞു ആയിക്കോട്ടെ. ഞങ്ങൾ ഇനി സാറ് ഇതിനകത്തൊന്നും ഇടപെടണ്ട. ഞങ്ങൾ ഞാൻ പറയട്ടെ, ഒരു ചാനലിൽ പോയി വീട് ചോരുകയെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ചോദിക്കട്ടെ, അവള് ഇത് അറിവില്ല ഞങ്ങൾ ഇവിടെ ആളുണ്ടല്ലോ. അറിവില്ലെന്ന് പറയില്ല, അറിവില്ലാതെ അറിവുണ്ട്. പറഞ്ഞു കാണും. സാറൊന്നും ന്യായീകരിക്കണ്ട, വേണ്ട, ഇനി ന്യായീകരിക്കണ്ട. അവള് നിങ്ങളോട് 1 വർഷമായിട്ട് നിങ്ങളല്ലേ എന്നോട് ഇടപെട്ടോണ്ടിരുന്നു ഇതിന്റെ ഇടയ്ക്ക് നിന്നോട്ട്. ഈ ആഴ്ച വരും, അച്ഛാ നാളെ വന്ന ഒരാളെ നാളെ ഞാനൊന്നും വിട്ടില്ല. അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ ഞാൻ തന്നെ പറഞ്ഞത് ഇനി തരുത്തേ ഇല്ല, നിങ്ങൾ ഉണ്ടായിക്കോളെ. എങ്ങനെ? അതല്ലേ പറഞ്ഞത്? ഇന്ന് വരെ ഫിറോസ് സാർ എന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങളല്ലേ ഇടയ്ക്കെന്ന് പറഞ്ഞത്. എനിക്ക് ഈ വീടിന്റെ കാര്യം ഒരൊറ്റ കാര്യം ഇതിന് ഫിറോസിക്കാണ് മറുപടി കൊടുക്കേണ്ടത്. ആ വീട് ഇടിച്ചു പൊളിച്ച് കളയും എന്ന് നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നറിയാതെ തന്നെ അയാൾ പറഞ്ഞൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അയാൾ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ഇടിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അത് കേട്ടിട്ട് ഓക്കെ കമന്റ് ബോക്സിലും ഒക്കെ അത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ആ വീട് ഇടിച്ചു കളയണമെന്ന്. ഓക്കെ, മനസ്സിലാക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിച്ചു പൊളിച്ച് കളയും ആ വീടെന്നുള്ളത്. എനിക്കറിയില്ല, ഈ വ്യക്തി പറയുന്നതാണ്.
പിന്നെ അതുകൂടാതെ ഒരു കാര്യം ഇയാൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ രേഷ്മ പി തങ്കച്ചന് അറിവില്ലാത്തത് കൊണ്ടാണ് ഓൺലൈൻ മീഡിയയിൽ കയറിയിരുന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ടല്ലോ. കേട്ടല്ലോ നിങ്ങളത്? എന്താണ് ഇത്രയും അറിവില്ലാത്തൊരു സ്ത്രീ ആണ് അവരെങ്കിൽ, അവർ എഡ്യൂക്കേറ്റഡ് അല്ലേ? എനിക്കറിയത്തില്ല. അവർ നല്ല വിദ്യാഭ്യാസം, നഴ്സിങ്ങോ അങ്ങനെ എന്തൊക്കെയോ കോഴ്സൊക്കെ കഴിഞ്ഞതല്ലേ. എന്നിട്ട് അവർക്ക് അറിവില്ല എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട തങ്കച്ചൻ ചേട്ടാ, തനിക്ക് ഒരു ഉളുപ്പും ഇല്ലേ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അറിവില്ല, എത്ര വയസ്സുണ്ട് അതിന്? ഇല്ല കുഞ്ഞല്ലല്ലോ. 34 വയസ്സും കണ്ടില്ലേ? വേണ്ട, പ്രായം പറയുന്നില്ല. ഇടയ്ക്ക് 32, 34 ഞാനൊന്നും പറയുന്നില്ലേ? അത്യാവശ്യം 30 വയസ്സിന് മേളിലില്ലേ? എന്നിട്ടാണോ അവിടെ ഈ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് അത് ചോദിപ്പിക്കാനും അതിന് ഉത്തരം കൊടുക്കാനും ഒന്നൊരു ഒരു അറിവിന്റെ കുഴപ്പമൊന്നും കണ്ടില്ലല്ലോ നമ്മള്. ജനങ്ങളിലേക്ക് ആ വീടിന്റെ കാര്യം എത്തിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ളത് കൊണ്ട് ഓൺലൈൻ മീഡിയക്കാരോട് ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്. നിങ്ങളിത് ബാക്കി കേട്ടോണേ. സംസാരിക്കണ്ട, എനിക്ക് അത്ര വേദനയുണ്ട്. ഞാൻ പറയും, അവളൊരു പെണ്ണ. എന്ത് വായി തോന്നുന്നു നമുക്ക് പറയാൻ പറ്റുമോ? അവള് പറഞ്ഞ നേരാന്നേ. അല്ല, എന്ത് നമുക്ക് വായി തോന്നുന്നു പറയാൻ പറ്റുമോ? അതെങ്ങനെ ഒരുത്ത ക്യാമറയും തൂക്കിക്കൊണ്ട് വരുന്ന ഒരുത്തന്നെ അവനെങ്ങനെ വീഡിയോ വരുന്നത്? അവനോട് മുൻകൂട്ടി പറഞ്ഞു എന്നോട് ചോദിക്കണം വീഡിയോ ചോദിക്കണമെന്ന് ചോദിക്കണമെന്ന്. അങ്ങനെ കേട്ടല്ലോ, മുൻകൂട്ടി പറഞ്ഞു ചോദിക്കണം എന്ന് പറഞ്ഞു. ഇല്ലാതെ എന്തായാലും ആ ഓൺലൈൻ മീഡിയക്കാരൻ അറിയത്തില്ല. അവനോട് പറഞ്ഞു, അവൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. സംഭവം തെളിഞ്ഞേ. എൻ്റെ പൊന്നെ തങ്കണ്ണ, ഇത് നേരെ ചൊവ്വേ നിങ്ങളുടെ ചാനലുണ്ടല്ലോ, ഇപ്പം വന്ന് വീഡിയോ ഇട്ടല്ലോ, നിങ്ങളുടെ ചാനലിനകത്തൂടെ തന്നെ ഈ വീടിന്റെ പരിപാടി എല്ലാം കാണിച്ചങ്ങ് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ. അതിന് പോലെ ക്രൂഷ്മബുദ്ധി മറ്റേ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ചോദിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ വീടിനെ പറ്റി ചോദിക്കണേ മോനെ, അകത്ത് ചോർച്ചയുള്ള കാര്യം ചോദിക്കണേ മോനെ എന്ന് പറഞ്ഞിട്ട് ആ ഏതോ ഒരു പയ്യൻ അവൻ ചോദിച്ചു. അതിപ്പം പണിയായല്ലോ. ഈ ഓവർ മറ്റേ ബുദ്ധി കാണിച്ച് മറ്റേ പരിപാടി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് മാറുന്നത്. അതൊന്നും മനസ്സിലാക്കുക. പിന്നെ മകൾക്ക് അറിവില്ല എന്ന് പറയുന്നത്, അത് അങ്ങോട്ട് ചേട്ടാ ഇത്രയും പ്രായമായില്ല ചേട്ടാ മകൾക്ക്, ഇനി അറിവില്ല എന്ന് പറഞ്ഞാൽ നഴ്സറി കൊണ്ടിരുത്തി പഠിപ്പിക്കേ, അതായിരിക്കും നല്ലത്. നമുക്ക് ബാക്കി കേൾക്കാം. ഒരു വർഷം നമ്മൾ സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സൗകര്യമില്ല, ഞങ്ങൾ ഇട്ടത് പോകും, സൗകര്യമില്ല. വേറെ കാര്യമുണ്ട്, ഈ വീട് മൊത്തം ചോരുവാണ്. ഞാൻ അവരെ വിളിച്ച് മഴ പെയ്തപ്പോ മനോജ് പറഞ്ഞ് എടുത്തു തരാൻ പറഞ്ഞു, വീഡിയോ വരെ ഇട്ട് കൊടുത്തു. വേറൊരു കാര്യം കേട്ടല്ലോ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചേട്ടാ എന്ന് ചോദിച്ചപ്പോ സൗകര്യമില്ലെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സൗകര്യമില്ല ചേട്ടന്. അവിടെ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മെയിൻറ്റെയിൻ ചെയ്യാനേ ഉള്ളൂ. പക്ഷെ മെയിൻ്റനൻസ് ഒക്കെ അതിനകത്ത് വൃത്തിയും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്യണം. പിന്നെ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ അറിയോ? എനിക്ക് പിടികിട്ടിയത്, തങ്കച്ചൻ ചേട്ടൻ എന്ന് പറയുന്നത് ഒരു സാധാരണ അത്യാവശ്യം പ്രായമുള്ളൊരു മനുഷ്യൻ. പുള്ളിക്ക് മറ്റേ ചൊറിയുമ്പോഴത്തേക്ക് പൊളിയുന്നുണ്ട്. പുള്ളി അതാണ് എനിക്ക് സൗകര്യമില്ല നിങ്ങൾ ചെയ്തോ മറ്റേ അപ്പന്മാരുടെ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു മൂഡാണ് പുള്ളി അവിടെ ഇറക്കുന്നത്. പക്ഷെ പുള്ളി മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലാണ് വരുന്നത്. ഇതൊക്കെ തങ്കൻ ചേട്ടനെയും മോളെയും നല്ല രീതിയിൽ ബാധിക്കും. പിടികിട്ടിയോ? നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ശരിയുണ്ടെങ്കിൽ ആ ശരിയെ നിങ്ങളുടെ തെറ്റുകൾ ഓവർകം ചെയ്ത് മറ്റേ മൊത്തത്തിൽ പൊതിഞ്ഞു കളയും. ഓക്കെ, ആരും നിങ്ങളുടെ ശരി കാണാൻ നിൽക്കത്തില്ല. അതുകൊണ്ട് നോക്കി കണ്ട് സംസാരിക്കുക. ഇതിപ്പം ഈ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ വോയിസ് ഈ റെക്കോർഡർ ആണെന്ന് ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. എന്നിട്ടും ഇടയ്ക്ക് വെച്ചാന്ന് തോന്നുന്നു, ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം ആദ്യത്തെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ റെക്കോർഡ് ചെയ്തോ എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ റെക്കോർഡ് പറയുന്നതിന് മുമ്പ് വരെയും ഇദ്ദേഹം പറയുന്നത് മൊത്തം ഇതാണ്, വീട് പൊളിഞ്ഞു, വീട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തു. ഇങ്ങനെ കുഴപ്പങ്ങൾ കാണാം, കൺസ്ട്രക്ഷനകത്ത് കുഴപ്പങ്ങൾ കാണാം, ഇല്ല എന്നല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ല എന്ന് പറഞ്ഞു വരരുതേ. കൺസ്ട്രക്ഷനകത്ത് കുഴപ്പമുണ്ടെന്ന് നമ്മളിത് ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വേറെയും കുറെ മേളിലൊക്കെ പൊളിഞ്ഞും പറിച്ചും ഒക്കെ ഇരിപ്പുണ്ട്. താഴത്തേക്ക് വേണമെങ്കിൽ ഇവർ കുത്തി ഇളക്കിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ മേളിലത്തേക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇളകിപ്പോയതാണ് തേപ്പ് കൊള്ളൂല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള മലയാളികളുടെ പ്രശ്നം മനസ്സില്ലാത്തത് ഇവരുടെ വർത്തമാനം തന്നെയാണ്. ബാക്കി കൂടെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. ഇനി വരുന്നിടത്തില്ല, ഞാൻ സത്യം വരെ പിള്ളേരെ കൊണ്ട് ഞാൻ ഫ്ലവേഴ്സിൽ അറിയിച്ച് കേസ് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ അത് ചെയ്തു തരണം. മുഴുവൻ ചോര് വന്ന് അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ 2 ആഴ്ചയായി. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ, ഈ മഴയ്ക്ക് മുമ്പ് അന്ന് നമ്മൾ ഓഗസ്റ്റിൽ എവിടെ കയറി താമസിക്കാൻ പറഞ്ഞു. അപ്പൊ 1-2 മഴ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴത്തേക്ക് ആ മേളുന്ന കൂര വലത് സൈഡ് മൊത്തം അതിന്റെ ആ ജില്ലിടാത്തോണ്ട് അവിടെ നിന്ന് എറിച്ചിലും അടിക്കുന്നുണ്ട്. മേളിൽ നിന്ന് തന്നെ എറിച്ചിൽ പോട്ടെ, മേളിൽ നിന്ന് ചോരുന്നുണ്ട് നടുമുറ്റ്. എന്നെ കൊണ്ടാകത്തില്ല, എനിക്കതൊരു മറ്റേ ഓടായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യാൻ. മുഴുവൻ ചോരും, ഞങ്ങൾ എന്നാ ചെയ്യണം സാറ് തന്നെ ഒന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് അത് ആരെങ്കിലും ഒരാളെ വിളിച്ച് കാണിച്ചാ പോരെ? എന്തുവാ നോക്കിട്ട് പറയാൻ പറ.
സാറേ ഇതിന്റെ എഞ്ചിനീയർ മനോജ് എന്നാ പറഞ്ഞു, നമ്മൾ കയറി എന്തായാലും ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തലയായിരിക്കും. മനോജ് ആരാ എവിടെയുള്ള? അവരുടെ എഞ്ചിനീയർ, നമ്മുടെ ഫിറോസിന്റെ എഞ്ചിനീയർ. പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? പുള്ളിയുടെ ഫോൺ നമ്പറും ഉണ്ട്. പുള്ളിയെ ഞാൻ വിളിച്ച് പുള്ളി പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു മഴ പെയ്തില്ലേ, അന്നേരം ചോരുന്നുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു ചേട്ടാ അതൊന്ന് ഇതെടുത്ത് അയച്ചു തരാൻ പറഞ്ഞു. വീഡിയോ ഞാൻ പിടിച്ച് അയച്ചു കൊടുത്തു. പിന്നെ തങ്കം ചേട്ടാ, രേഷ്മ പി തങ്കച്ച, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ഇവിടെയാണ് പണി കിട്ടുന്നത്. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെയോ വിളിച്ച് കാണിച്ചു, മറ്റേ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുക മഴയൊന്ന് കഴിയട്ടെ എന്ന് ഏതോ ഒരാൾ വന്ന് നോക്കി പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ എന്താ, ഈ ഓഡിയോയിൽ എന്താ കേൾക്കുന്നത്? ഞങ്ങൾ അങ്ങനെ വേറൊരാളെ വിളിച്ച് ചെയ്യിക്കാനൊന്നും പറ്റത്തില്ല, അത് പിന്നെ ഞങ്ങളുടെ തലയിലാവും എന്ന് പറയുന്ന തങ്കം ചേട്ടനെയാണ്. 2 സ്ഥലത്ത് ഒരേ കാര്യത്തിന് 2 ഉത്തരങ്ങൾ. തങ്കം ചേട്ടാ, ഇതാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത്. ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ് മെയിൻ കാര്യം. പിന്നെ നിങ്ങളുടെ ഒരു അഹന്ത നിങ്ങളുടെ സംസാരത്തിൽ എന്താണെങ്കിലും ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിടികിട്ടിയോ? അതാണ് എല്ലാവരും ചോദിക്കുന്നത്, ദാനം കിട്ടിയതിനകത്ത് കിടക്കുമല്ലേ ദാനം ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനൊരു കാര്യം പറയട്ടെ, ആ വീടിന് അതിൻ്റെ കൺസ്ട്രക്ഷനിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഒന്നും ഇല്ല, ഉണ്ട്. അത് പുറത്ത് വരാതിരിക്കാനായിരിക്കാം ചിലപ്പോൾ ഇവരെ എടുത്തങ്ങ് വാദിച്ച് കീറി വിട്ടത്. പക്ഷെ എന്താണെങ്കിലും ഇവരും ഇവരുടെ നാക്കൊന്ന് കൺട്രോൾ ചെയ്യണോടെ. പലയിടത്തും പോയിരുന്ന പല വർത്തമാനങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ പണിയാവത്തുള്ളൂ. അത് ഇവരുടെ കൂടെയുള്ള ആരെങ്കിലും ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ അഭിപ്രായമായിട്ട്, എനിക്കിത് മൊത്തം കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം പറയാനേ എനിക്ക് പറ്റുള്ളൂ. പിന്നെ രേഷ്മ പി തങ്കച്ചനെ മാത്രം അങ്ങ് വിമർശിച്ച് കുത്തി മറ്റേ വെള്ളത്തിയിടാനായിട്ട് വിമർശിക്കും, ഇതിലും വിമർശിക്കുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാ പോയിന്റും എടുത്ത് ചൂണ്ടിക്കാണിക്കണം. ഓരോരോ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ള പുതിയ സാധനങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടും. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം, അല്ലാതെ നമ്മളത് മിഴുങ്ങിയിട്ട് കാര്യമില്ല. അതാണ് ഞാൻ എല്ലാം എടുത്ത് പറഞ്ഞത്. വീണ്ടും പറയുന്നു, എൻ്റെ അഭിപ്രായം. വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.